ഹലോ ഹലോ ജഫല്ലേ? അച്ഛാ എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? ഒന്നുമില്ല അച്ഛാ. ആ പിന്നെ ജഫേ, ഞാൻ വിളിച്ചതിൻ്റെ കാരണേ, നമുക്കിപ്പോൾ പള്ളിയിലൊരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടക്കുന്നുണ്ട്. നിനക്ക് നല്ല ടാലൻ്റ് ഉള്ളതല്ലേ, നീ ഒന്ന് പരിശ്രമിച്ച് നോക്കുന്നേ. നിനക്ക് സാധിക്കും, നീ നന്നായിട്ട് ചെയ്യും. എന്നെ കൊണ്ട് പറ്റൂല അച്ഛാ. നിനക്ക് പറ്റുന്നേ, നിനക്ക് എന്താ പറ്റാത്ത പഠിക്കുന്നത്? അതൊന്നും ഒരു കുഴപ്പമില്ല, നീ അങ്ങനെ ചെയ്യേ. അച്ഛനെ അറിയത്തില്ല എൻ്റെ അവസ്ഥയൊക്കെ. ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റൂല. നിനക്ക് പറ്റൂന്നേ, എനിക്കറിയാം നിന്റെ വിഷമതകളൊക്കെ. നീ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ള? പയ്യെ പുറത്തേക്കൊക്കെ ചാട്. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റൂല അച്ഛാ. അച്ഛനെ മനസ്സിലാക്കുക. ശരിയാ, നീ നോക്കുന്നു. അച്ഛാ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. മോനെ ആ വാ, കാപ്പി കുടിക്കാം. വരുവോ? മോനെ, നിന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും. ഇന്നലെ ഞാൻ അച്ഛനെ കണ്ടിരുന്നു. നീ അവിടം വരെ ഒന്ന് ചെല്ല്. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റൂല അമ്മ. അങ്ങനെ പറയല്ലേ മോനെ. എന്താണല്ലോ അവിടെ നിന്ന് പോയി നോക്ക്. അതൊക്കെ വേണോ ഇപ്പോ ഈ അവസ്ഥയിൽ? പോയേ പറ്റൂ മോനെ. ശരി, ഞാൻ പോവാം. भाई सर इस साइड बैठ जाओगे, मुझे एक शॉट लेना है। क्या है भाई? साइड बैठ जाना, मुझे एक शॉट लेना है। भाई भाई शॉट मिल गया? हाँ थैंक्स। भैया परेशान से लग रहे हो, क्या हो गया? कुछ नहीं भाई। बता दो, बहुत परेशान लग रही हो। भाई भाई मेरी बहन को मर के 1 साल हो गए। ओह, I'm sorry। कोई नहीं। मैं और मेरी बहन ना यहीं पर झूला झूलते थे पहले। मेरी बहन मुझे हमेशा धक्का देती थी। पता नहीं क्या हो गया, एक दिन मैं देख रहा हूँ वो पीछे थी और वहाँ गिरी पड़ी हुई थी। फिर उसको ना सब हॉस्पिटल लेके गए उसको। पापा ऑफिस से भाग कर आए। फिर पता नहीं 1 महीने तक हॉस्पिटलाइज थी भाई। पता नहीं क्या बीमारी थी। मैं तो बहुत कम मिला था उससे क्योंकि मेरा स्कूल था। मैं उससे जब भी मिलने जाता था ना, वो अपना दर्द कभी दिखाते नहीं थे, पता नहीं क्यों। उसको कुछ तो था, पता नहीं, हमेशा खुश रहती थी जब भी मैं जाता था। फिर मैं देखा वो जो उसका वो मतलब उसके साइड में बाइबल था। वो बाइबल हर दिन पढ़ती थी। मम्मी कहती थी हमेशा बाइबल पढ़ो बाइबल पढ़ो। मेरी बहन का एक फेवरेट बाइबल वर्स था, वो हर दिन वही रिसाइट करती थी। मेरे को भी बोलती थी ये, वो था ब्लेस्ड आर द प्योर इन हार्ट फॉर दे शैल सी गॉड। चल भाई, मैं चलता हूँ। It's nice meeting you, bro।
Hi, I'm Jeff. Hello. I'm a photographer from a nearby parish. So there's an exhibition coming up in our parish. So do you mind if I take some photos of shelter? Yeah, we don't mind. Okay, can go thank ahead. you. So, how did you end up in this place? So, I think it's been 1 year since I lost my job in my house, and ever since it's been a journey. You know, they showed me kindness and compassion when I had nothing left. One of the volunteers gave me a Bible. At first, I was skeptical, but I started reading it. The words spoke to me in a way I never expected. Jesus said, "Come to me, all you who are weary and burdened, and I will give you rest." I found strength in those words. They gave me hope and a reason to keep going. It is now I help out here as much as I can. It's my way of giving back and staying connected to my faith. I believe God has a plan for all of us, even if it's hard to see sometimes. അങ്ങള് ആ മോനെന്താ ഇവിടെ? എൻ്റെ ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റ്. എന്ത് പറ്റി? അവന് ആക്സിഡന്റ് ആയിട്ട് അഡ്മിറ്റ് ആയിരിക്കും. അങ്കിൾ എന്താ ഇവിടെ? മോനെ, എൻ്റെ മോളെ ഇവിടെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ദിവസമായി. ഭയങ്കര സീരിയസ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞത് ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയുമെന്ന്. ഒത്തിരി സീരിയസ് ആയിരുന്നു. ശരിക്കും അവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് തന്നെയാണ് ഞങ്ങൾ കരുതിയത്. ഒരുപാട് ഞങ്ങൾ വിഷമിച്ചു. അവൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് അവളുടെ അമ്മ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് വീട്ടിൽ കിടക്കുകയാണ്. ഒരു വിശ്വാസി അല്ലാതിരുന്നിട്ട് കൂടി ഞാൻ കർത്താവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞു എന്താ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്, എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അവൾ ബെറ്റർ ആയിട്ടുണ്ട്, സുഖം പ്രാപിച്ചു വരുന്നു. ദൈവം കരുണാമയനാണ്. മോനെ, എല്ലാം ശരിയാവും. കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഈ കൊന്ത മോൻ്റെ കയ്യിലിരിക്കട്ടെ. ദൈവം മോൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കും. ജെഫ്, ഇതൊക്കെ മനോഹരമായിരിക്കുന്നു. ഈ ഓരോ ചിത്രങ്ങളിലൂടെയും ദൈവം ഈ ജീവിതങ്ങളെ നിന്റെ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കുകയായിരുന്നു. വിശ്വാസം അത്ഭുതങ്ങൾ മാത്രമല്ല,
സാധാരണക്കാരുടെ ജീവിതത്തിലൂടെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നിന്റെ പപ്പ നല്ലൊരു വിശ്വാസിയായിരുന്നു, വലിയ വിശ്വാസത്തിനുടമയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പപ്പ നിന്നെക്കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടുന്നുണ്ടാവും, സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അതെ അച്ഛാ, ഞാനും അതന്നെ വിശ്വസിക്കുന്നു.